ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് ഇന്നത്തെ അത്താഴ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അത്താഴത്തിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എപ്പോഴും ഞങ്ങൾ രണ്ടാളാണ് പോവല്. ഇന്ന് സനയും മിയാസും ഉണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആയതാണ് കൊണ്ട് ഇവരെയും കൊണ്ട് നോമ്പ് പിടിപ്പിക്കാം, ഫസ്റ്റത്തെ ഒരു നോമ്പ് പിടിപ്പിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞങ്ങൾ. ഓൾക്ക് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ നമ്മൾ ഒരുപാട് പേര് പറയണ്ടായിരുന്നു നിങ്ങൾ റീൽസ് മാത്രമേ എടുപ്പിക്കുന്നുള്ളൂ, നോമ്പ് എടുപ്പിക്കണില്ല, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ എടുക്കാത്ത കാരണം എന്ന് എല്ലാവർക്കും അറിയാം. ചില പേരൻസിൽ ശനി ഞായറും മക്കൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ കൺമുന്നിൽ ഉണ്ടാവും. അത് കാരണം കൊണ്ട് സേഫ്റ്റി നമുക്ക് എടുക്കാൻ പറയും. ഇത് ദൂരെ സ്കൂളിൽ പോണ കാരണം കൊണ്ട് നമ്മൾ ആ ഒരു ബേജാറിൽ ഇരിക്കണം. സ്കൂളിൽ ഫോൺ വരുമോ, എന്തായിരിക്കും എന്നുള്ളൊരു ഇത് വരും. അത് കാരണം കൊണ്ടാണ് എടുപ്പിക്കാത്തത്. ഫസ്റ്റ് നോമ്പല്ലേ, അപ്പൊ എന്തായാലും ഇന്ന് ഫുള്ള് വീട്ടിലുള്ള കാരണം കൊണ്ട് എന്തായാലും നോമ്പെടുപ്പിക്കാന്നാണ്. അപ്പൊ ഇന്ന് നമുക്ക് അത്താഴത്തിന് ചോറ് നമ്മൾ വാങ്ങി കൊണ്ടുവന്നിട്ടാണ് തിന്നല്. ഇന്ന് സൺഡേ ആയത് കാരണം കൊണ്ട് വേറൊരു സ്ഥലത്ത് ഇന്ന് എല്ലാ ഞായറാഴ്ച ഉണ്ടോ ഫസ്റ്റത്തെ ഞായറാഴ്ച എന്തായാലും അവിടെ ഫുഡ് ഉണ്ട്. അപ്പൊ നമ്മള് എന്തായാലും അതൊന്നും വെച്ചിട്ടൊന്നുമില്ല. ഇവർക്ക് നോമ്പെടുക്കല്ലേ, ഇവരെയും കൊണ്ട് കൂട്ടിയിട്ട് പോയിട്ട് നമുക്ക് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും നമ്മളിപ്പോൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ചൂടോടെ കഴിച്ചാലോ നമുക്ക് അവിടെ പോയിട്ട് ഇത്ര ചോറാണെങ്കിലും ആ ഇത്ര ചോറ് തിന്നിട്ട് വന്നാൽ ഒരു സമാധാനമാണ്. അത് എന്താണെന്ന് എനിക്കും അറിയില്ല. നമ്മൾ ഒരു ദിവസം വാങ്ങിക്കൊടുന്നിട്ട് വന്ന് വീട്ടിൽ തിന്നപ്പോൾ ആ ഒരു അവിടെ പോയിട്ട് തിന്നിട്ടുള്ള ഒരു മനതൃപ്തി എന്തോ ഞങ്ങൾക്ക് കിട്ടാത്ത മാതിരി ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഞങ്ങൾ വിചാരിച്ചു നമ്മൾ ചോറ് അവിടെ കഴിക്കുന്നിടത്ത് തന്നെ കഴിച്ചിട്ട് വരാം എന്നുള്ളൊരു ഇതിലാണ്. ചിലപ്പോൾ അവരുണ്ടാക്കുന്നത് നല്ലതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും കഴിക്കല്ലേ, അപ്പൊ നമുക്കൊരു ഇത് അതും ഇല്ലാണ്ട് രണ്ടാമത് വീട്ടിലുണ്ടാക്കി കഴിച്ച് ആ ഒരു ഇതൊരു പ്രശ്നമുണ്ട്. നല്ല ചൂടോടെയും കിട്ടും, മനസ്സന്തോഷത്തോടു കൂടിയും കഴിക്കുക ഇത്രയാണെങ്കിൽ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഞാനും സനയും മിയാസും ഞങ്ങൾ എന്തായാലും പോവാണ്. പോയിട്ട് നമ്മൾ എവിടെ കഴിക്കാൻ പോകണമെന്ന് മാത്രം എന്തായാലും നമ്മൾ വീഡിയോയിൽ കാണിക്കും. കാരണം ഒരുപാട് ലേഡീസ് ഉണ്ടാവും, അങ്ങനെ ചിലർക്ക് നമ്മൾ ഫോണോട് പോകണമെന്നും പറ്റില്ല. അപ്പൊ എവിടെ പോയി തിന്നുന്നവരൊക്കെ ഉണ്ടാവില്ലേ, ബാക്കിയൊക്കെ നമ്മൾ തിന്ന് അത്താഴം കഴിച്ചു കഴിഞ്ഞിട്ട് എന്തായാലും നമ്മൾക്ക് അതിൻ്റെ ഇതൊക്കെ ഞങ്ങൾ എന്തായാലും പറയാം. അപ്പൊ നമുക്ക് പോവാ. ഇവിടെ നിന്നിട്ടാണ് ഡേഞ്ചർ സോണും. എന്താണെന്ന് ചോദിച്ചാല് ഈ പോണ് കണ്ട കൊറേ എന്താ വരുന്നു ഇവിടെയൊക്കെ കടക്കുന്നുണ്ടല്ലോ. ഇപ്പൊ അതൊക്കെ ഇന്നലെ തന്നെ നമ്മളെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അവിടുന്ന് കുറേ പേര് ഇറങ്ങി വരുന്നുണ്ടല്ലോ. അവിടുന്നാണ് നമ്മൾ ഇന്ന് കഴിക്കാൻ വേണ്ടി പോണത്. എപ്പോഴും വേറെ സ്ഥലത്തു നിന്നാണ്, ഇന്ന് വേറെ സ്ഥലത്തു നിന്നാണ്. അപ്പോൾ തിരക്കൊക്കെ ഉണ്ട്, ഒരുപാട് പേര് കഴിച്ചിട്ട് വരുന്നുണ്ട്. നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരുപാട് തിരക്കൊക്കെ ഉണ്ടാവും. ground. Sini saya ngorok kan Rinda. Sini satu. Pada. Baik, gelas ya. Kami ya, bro. Pot mana? Dila. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. ഇപ്പൊ എന്താ സംഭവം ചോദിച്ചാല് ഇവര് അവിടെ നോമ്പെടുക്കണം, അതുകൊണ്ട് ഇവരെ കൊണ്ടുപോയി അവിടെ പോയി കഴിപ്പിക്കാം. ഇത് കൊണ്ടാണ് നേരം നമ്മൾ വാങ്ങിക്കൊടുന്ന് കൊടുത്താൽ മതിയായിരുന്നു നോക്കണം. ഇപ്പൊ ഇവർക്ക് ആ നേരത്തെ തിന്നിട്ട് പരിചയമില്ലാത്ത കാരണം കൊണ്ട് ഇവർക്കത് പറ്റിയിട്ടില്ല. അപ്പൊ നമ്മള് കേസരിയും പഴവും നമ്മൾക്ക് അതൊന്നും തിന്നാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അത് സെഞ്ചിയിലിട്ടിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങോട്ട്. അപ്പൊ ഇനി ഇവരെന്തായാലും ഇപ്പൊ കുടിക്കുന്ന സമയം ഏത് 4 മണി ആയിട്ടല്ലേ ഉള്ളൂ, ഞാൻ 1 മണിക്കൂറേറെ സമയമുണ്ട്. അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നിന്ന് വളർച്ചൂടി പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നെയ്ച്ചോറാണെങ്കിലും അടിപൊളി ചൂട് കൊടുക്കുന്ന അടിപൊളി ചോറായിരുന്നു. പക്ഷെ
നമുക്കും ലിമിറ്റിൽ നമ്മൾ കഴിക്കണ കൊണ്ട് നമുക്കും ആ ഒരു ലിമിറ്റ് മതി നമുക്കും കഴിക്കാൻ പറ്റില്ല. നമ്മൾ പറയില്ല, നമ്മൾ തിന്നിട്ട് ഒരു മാസം ആ ഒരേ ഒരു ലെവലിലേക്ക് തിന്ന് പരിചയമായി പറഞ്ഞാൽ ആ ലെവലിലേക്ക് മീൻ നമുക്ക് തിന്നാൻ പറ്റൂല. അപ്പൊ നമ്മള് നല്ല എന്തായാലും പറയുമല്ലോ, തിന്നാൻ കഴിയുന്നവർക്ക് അടിപൊളി ചോറാണത്. ബാക്കി തിന്നാൻ പറ്റാത്തവർക്കല്ല, ഇത്രേ കഴിക്കാൻ പാടുള്ളൂ എന്നൊരു ലിമിറ്റ് വെച്ചവർക്ക് ഒരു വഴിയില്ല. ആസ്വദിച്ചിട്ട് കഴിക്കാനൊന്നും പറ്റില്ല. പക്ഷെ അവിടെ വന്നുള്ള ആൾക്കാർ നല്ല ഫുഡ് കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇപ്പം പണ്ടുള്ള ആൾക്കാർ പറയും കല്യാണത്തിനൊക്കെ പോകുമ്പോൾ വയറ് കാലിയാക്കിയിട്ട് പോകണം, അതുപോലെ തന്നെ ഫുഡ് നല്ല പള്ള നിറച്ച് തിന്നുന്ന ആൾക്കാർ പോകണം പറയും. അപ്പോഴാണ് ആ ഒരു കല്യാണ ചോറാണെങ്കിലും ശരി എന്തെന്നാണ് ശരി എല്ലാം ആസ്വദിച്ച് കഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവർക്ക് റോസ് മിൽക്ക് വേണത്രേ, ബാദാം മിൽക്ക് വേണം, നമുക്ക് തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കണം, അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് കഴിക്കണം, അങ്ങനെ കുറച്ച് ചില്ലറ പരിപാടിയും കൂടി ഉണ്ട്. ഏകദേശം ഒരു 5:15 ബാങ്ക്. അതിൻ്റെ ഉള്ളിൽ എന്തായാലും നമ്മളെ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ എന്തായാലും കഴിക്കൂലേ. ഓക്കെ, ഇപ്പം എല്ലാവരും ഇപ്പോഴാണ് കുറച്ച് മുന്നേ കുറച്ച് നേരമായി എണീറ്റ് ഇരിക്കാൻ തുടങ്ങിയിട്ട്. കാരണം നോമ്പ് എങ്ങനെയാണ് മിയാസ്? നമുക്ക് മിയാസിന് പിന്നെ കുറച്ച് എക്സ്പീരിയൻസ്, ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് മിയാസിന് എന്തായിരുന്നു അറിയാം. സനാഹക്ക് ആ ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും ഫസ്റ്റത്തെ നോമ്പ് നമ്മള് ഇതാണ് കൺമുന്നിൽ എടുപ്പിക്കുന്നത്. അപ്പൊ പിന്നെ ഞങ്ങൾ നാളെ എടുക്കും നോമ്പ്. അപ്പൊ ഫസ്റ്റ് ഇന്നത്തെ നോമ്പ് എന്തായാലും എടുത്ത് ഒരു 6:30 പേർക്ക് എടുത്ത് മുടിച്ചിട്ട് നാളത്തെ കാര്യം നോക്കാൻ വേണ്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും കുഴപ്പമൊന്നുമില്ല തോന്നുന്നുണ്ട്. അത്താഴത്തിനും അധികം രണ്ടാളും തിന്നിട്ടില്ല സംഭവം. ശരിക്കും പറഞ്ഞാൽ കുറച്ച് അതിപ്പോ ഇന്ന് രാവിലെ തിന്നില്ല, ഇതേമാതിരി നാളെ തിന്ന് നോക്ക് സെറ്റ് ആവും. ഓക്കെ, അപ്പൊ എന്തായാലും നോമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ കുറെ സേവനം പറയാൻ തുടങ്ങിയിട്ട് എന്തായാലും ആ ഒരു കാര്യം എന്തായാലും ഒരിക്കൽ നടത്തി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്തൊക്കെ പ്രശ്നം ചോദിച്ചാല് മിയാസ് സമയം എത്രയായി? ഇപ്പൊ മിയാസ് കുറെ നേരമായി. സമയം എത്രയായി? ഇനി എത്ര മണിക്കൂറുണ്ട്? ആണോ എനക്ക് ഒരുമാതിരി വയറ്റുള്ള ഒരുമാതിരി ഉണ്ട്. 4 സാധനം സമയമുണ്ട്, 4 മണി നേരം ഇനിയുണ്ട്. പരവായില്ല, ഞാൻ സമാളിച്ചിട്ട് എനിക്ക് നാളെ സ്കൂളിൽ ലഞ്ച് ബാഗ് തന്നു വിടാതെ അത് പറയും ഇതും പറയും. സാധനം ഒന്നും മണ്ടൊന്നുമില്ല, സാധനം കുഴപ്പമൊന്നുമില്ല. പിടിച്ചു നിക്കണം, അതുതാണ് ഓക്കെ. പിടിച്ചു നിക്കണം, മാക്സിമം പിടിച്ചു നിക്കണം. അപ്പൊ നമ്മളെ എല്ലാവരും പറഞ്ഞ പോലെ നോമ്പ് പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അല്ല പറ്റിച്ചെങ്കിൽ ഇവരെ നമ്മൾ കട്ടായപ്പെടുത്തുന്നൊന്നുമില്ല, എടുക്ക് നിർബന്ധിക്കണമെന്നില്ല. അവർക്ക് പറ്റണ പോലെ അവരെന്തായാലും നോമ്പ് എടുത്തോട്ടെ. നമ്മളതിന് കൂടെ നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ UPS അന്നാക്കിയ ടേബിളാണ്. അതിൽ 6 മാസത്തിലാണ് അന്ന് നോക്കിയത്. ഇപ്പോൾ ഏകദേശം ഒരു 7 മാസം 8 മാസത്തോളമായി. അപ്പോൾ അതിൽ നമ്മൾ അതിൻ്റെ ലിക്വിഡൊന്നും പാർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ വാങ്ങിക്കൊടുന്ന് വെച്ചതാണ് പാരാൻ വേണ്ടിയിട്ട്. ആരെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എന്താ അറേഞ്ച് ചെയ്തിരിക്കണേ തൊട്ട് പറയൂ, ഇതിൽ വെച്ച് പറഞ്ഞു ഇതാണ്. അപ്പോൾ നമ്മൾ അളവ് അറിയണമെങ്കിൽ ഒരു ഇറുക്കിലെടുത്തിട്ട് അളവ് നോക്കണം. ഉണ്ടോ ഇല്ലേ? അതിപ്പോ എന്നാണ് പോടെ ക്ലാസ് അടിച്ച് പാക്കറിയാ എത്ര ഉണ്ട് നോക്കുന്നു. അപ്പൊ ഇത് 6 വേറെ വേറെയാണ്. 6 പോയിന്റ് വേറെ വേറെയാണ്. அப்படி ஊத்து பாட்டிலோட செரிக்கு. அப்போ பார்த்து ஊத்து. கம்மி டம்ளர் தர மாட்டேன், வீட்டில் யூஸ் பண்ணுறது. வேண்டாம், அப்படி ஊற்ற முடியாது. ஊற்றினா ஒட்டுக்கு அதிகமாகிடும், மறுபடியும் எடுக்க முடியாது வெளியில். ஒரு தண்ணியானது பேட்டரி தண்ணினா பச்சை தண்ணி மாதிரி உண்டு. ஐயா வேண்டாம். അപ്പോൾ
നമ്മുടെ ഇന്നത്തെ അത്താഴത്തിലൊക്കെ എല്ലാവരും കണ്ടില്ല. ഇതേമാതിരിയാണ് ദിവസം അവിടെ ഉണ്ടാവൂല, എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവുള്ളൂ. ദിവസം നമ്മൾ വേറെ അടുത്തുനിന്നാണ് ഫുഡ് വാങ്ങിയിട്ട് വരല്. അപ്പൊ ഈ ഒരു 30 മാസം ഞങ്ങൾക്ക് 30 ദിവസവും നമുക്ക് നോമ്പിന് ഇത് നല്ലൊരു അതാണ്. കാരണം എല്ലാവർക്കും നമ്മൾ എല്ലാ നിസ്കാരം അതും ഇതൊക്കെ കഴിഞ്ഞ് കിടക്കാൻ നേരം പോകും. പിന്നെ നമ്മൾ നീച്ചുണ്ടാക്കുമ്പോൾ പിന്നെയും നേരം പോകും. അപ്പൊ എന്ത് ചെയ്യും, ഇതേമാതിരി ഒരുപാട് ആൾക്കാരുണ്ട്, നാലുപുറമുള്ളവർ. ആർക്കും എല്ലാം ചൂടോടെ കിട്ടിയാലും നമ്മൾ എണീറ്റ് ഉണ്ടാക്കി തിന്നുമ്പോഴത്തേന് നേരം പോകും. ഇതാകുമ്പോൾ എണീറ്റ ഉടനെ വേഗം പോയി കഴിച്ചിട്ട് വന്നിട്ട് പിന്നെ ബാക്കി ചായ ജ്യൂസ് എന്താ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി കഴിച്ചാൽ മതി. അതേമാതിരി വേറെ എവിടെയെങ്കിലൊക്കെ നാട്ടിലുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യുക. ഞാൻ കേട്ടറിവില്ല, കണ്ടറിവുമില്ല, കേട്ടറിവുമില്ല. ഇപ്പൊ ഇതേമാതിരി കഴിച്ചവരുണ്ടോന്ന് എനിക്കറിയില്ല. കഞ്ഞി പലവിധ സ്ഥലങ്ങളിലും ഉണ്ട്, പല വിധത്തിലും ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ ഇവിടെ എങ്ങനെയൊക്കെയാണ് നോമ്പിന്, അതുപോലെ പാവപ്പെട്ടവർക്ക് സാധനങ്ങൾ കൊടുക്കല്, പിന്നെ നോമ്പിന് അങ്ങനെ എല്ലായിടത്തും ഉള്ളമാതിരി എല്ലായിടത്തും ഉണ്ട്. ഫിത്ർ സക്കാത്ത് അറിയമാരൊക്കെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ നോമ്പിന്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നാളത്തെ നോമ്പിന്റെ വിശേഷങ്ങളായിട്ട് നാളത്തെ വീഡിയോയിൽ വരാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ. എല്ലാം കുറഞ്ഞിരിച്ച്.